നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, ബഹളം വെക്കാതെ, കുഞ്ഞു നിന്റെ കയ്യിൽ വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ വേണം. മോളെ മോളെ എനിക്കും അവളെക്കുറിച്ച് നല്ല സംശയമുണ്ട് മീനാക്ഷി. അന്ന് ആ ഗസ്റ്റ് ഹൗസിൽ വെച്ചുണ്ടായ സംഭവങ്ങളോടുകൂടി അത് ബലപ്പെട്ടു. അത് തന്നെയാ. വൈശാഖ് അവളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറും കള്ളത്തരോ. അവര് രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാ ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ഈ മൈഥിലിക്കും പങ്കുണ്ടാവണമല്ലോ. സംശയം എന്താ? അവൾക്കും പങ്കുണ്ടാവും. ആ അന്യസംസ്ഥാനക്കാരന്റെ കയ്യിൽ പാമ്പിനെ വെച്ച് പൂക്കുട്ട ഇവിടേക്ക് വരുത്തിയതും മുത്തശ്ശിയെ കൊല്ലാൻ നോക്കിയതും എല്ലാം ഇവരുടെ പ്ലാനുകൾ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ആ ബംഗാളിയുടെ പടം മൈഥിലി സ്ഥിരീകരിച്ചെന്തിനാ? അവനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞെന്തിനാ? അതൊക്കെ കള്ളത്തരം കാണിക്കുന്നവരുടെ സൈക്കോളജിക്കൽ മൂവല്ലേ കാർത്തേട്ട. ഇതൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ കാർത്തേട്ടന് ഞാൻ പറഞ്ഞു തരണം. എനിക്കവളെ നല്ല സംശയമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അവൾ എന്നോടും കാർത്തേട്ടനോടും ചെയ്തതില് എനിക്ക് അവളോട് പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. അത് സത്യ. പക്ഷെ അത് വെച്ചോണ്ടൊന്നും അല്ല ഞാനിത് പറയുന്നത്. അവൾ ഒരു പഠിച്ച കള്ളിയ. അവളെ സംശയിക്കാനും സംശയിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. അവള് 2 മൊബൈലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കണ്ടെത്താം. നെറ്റ്വർക്കിലൂടെ സൈബർ സെൽ വഴി കാർത്തിയേട്ടൻ അതൊന്ന് കണ്ടെത്താൻ നോക്ക്. അപ്പൊ അവളുടെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്താവും. ഇനി മുതൽ അവളെക്കുറിച്ചുള്ള രഹസ്യമായ ഒരു അന്വേഷണത്തിലാണ് ഞാൻ. അല്ല, മുത്തശ്ശിയുടെ അടുത്ത് ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. ഉറക്കരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനും മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കാൻ പോവാ. ഏയ്, അതൊന്നും വേണ്ട. മീനാക്ഷി കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് കുഞ്ഞുമായി കിടന്നുറങ്ങിക്കോ. മുത്തശ്ശിയുടെ അടുത്ത് ഞാനിരുന്നോളാം. ഇവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. അതിനെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും. നല്ലൊരു ശത്രു ഉണ്ടെങ്കിലേ ജീവിതത്തിനൊരു രസമുള്ളൂ. എന്താടി കാക്ക നോക്കുന്ന പോലെ ഒരു നോട്ടം? കാക്കേ? ആ, കാക്ക തേങ്ങാപ്പൂളും കടിച്ചോണ്ട് പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാ നിന്റെ ഒരു നോട്ടം. കളിയാക്കാതെ ഒന്ന് പോടി. ഞാൻ പോയിക്കൊള്ളാടി. നീ എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താ. ഇങ്ങോട്ട് വാ മോളെ. കുഞ്ഞിനെ ഇങ്ങോട്ട് താടി. കുഞ്ഞ് നിന്റെ അടുത്തേക്ക് വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? കൊച്ചിനെ കരയിപ്പിക്കല്ലേ. കുഞ്ഞിനെ നീ ബലമായി പിടിച്ചു വെച്ചിരിക്കുക. കുഞ്ഞിനെ ഞാനൊന്നും പിടിച്ചു വെച്ചിട്ടില്ല. എന്താ ഇവിടെ പ്രശ്നം? കുഞ്ഞ് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? വാ മോളെ, വാ മോളെ. കണ്ടോ അമ്മ, എന്റെ കുഞ്ഞിനെ ഇവള് മയക്കെടുത്തു. കുഞ്ഞിനെ ഞാൻ മയക്കി എടുത്തതൊന്നും അല്ല. കുഞ്ഞിനിപ്പോ അവളെ വേണ്ട. കണ്ടോ ഇവള് പറയുന്ന ധിക്കാരം? മീനാക്ഷി, കുഞ്ഞു വരാത്തത് അതൊന്നും കൊണ്ടല്ല. കൃത്യസമയത്ത് പാല് കിട്ടുന്നിടത്ത് അതങ്ങ് കൂടി.
അപ്പപ്പ കാണുന്നവനെ കേറി അങ്ങ് അപ്പാന്ന് വിളിച്ചു കളയും. ഇത് ഞാൻ സഹിക്കില്ല. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മോളെ ഇത്? നീ ഒന്ന് സമാധാനപ്പെട്. മീനാക്ഷി, ബഹളം വെക്കാതെ. കുഞ്ഞു നിന്റെ കയ്യിൽ വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ വേണം. വാ മോളെ. മോളെ ആ മാലതി, എടുത്തി. മീനാക്ഷിയെ വിളിച്ച് വേഗം റൂമിലേക്ക് കൊണ്ടുപോ. ഒരു 5 മിനിറ്റിനുള്ളിൽ കുഞ്ഞുമായി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. ചെല്ലും. മീനാക്ഷി, വാ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. മോളെ, കുഞ്ഞിനെ നന്ദിന്റെ അടുത്ത് കൊണ്ടുവരും. നീ കരയാതൊന്ന് വരാനല്ലേ പറഞ്ഞേ? ചെല്ലും മോളെ. കുഞ്ഞുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. വാ മീനാക്ഷി, എന്റെ മോള്. വാ. ആ വാവേ, ദാ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ ആ, ഇത് കണ്ടോ? ആ നോക്കേ. ദാ, അതെ, നിന്റെ തരികിടകളൊന്നും കുഞ്ഞിനോട് വേണ്ട കേട്ടോ മോളെ. ദാ, ഹാ, ഹായ്, കണ്ടോ? ചക്കര വാവേ, മുത്തുക്കുട്ടി. ഭാഗ്യമോള് വാ വാ വാ. ഡാ ഡാ, ഇത് വേണ്ടേ? വാ. അങ്ങനെ. ആ, ഇത്രയേ ഉള്ളൂ കാര്യം. നീ വലിയ അമ്മയൊന്നും ചമയണ്ട. നിനക്ക് അമ്മയാവാൻ പറ്റില്ല. അല്ലെങ്കിലും ചെമ്പകമംഗലത്തെ സന്തതിയല്ലേ, നന്ദി കെട്ടത്. ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ മീനാക്ഷി, നീ ഇങ്ങനെ കരയാതെ. കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. കുഞ്ഞ് അവളുടെ കൈ തന്നെ ഇരിപ്പുണ്ടല്ലോ. ചെറിയമ്മയ്ക്കറിയില്ല എന്റെ മനസ്സിലെ വിഷമം. എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. എന്നുവെച്ച് ഇത്രയും നീ കരയേണ്ട കാര്യമൊന്നുമില്ല. എത്ര കൊള്ളൂലെങ്കിലും ആ കുഞ്ഞിനെ പ്രസവിച്ച് തള്ളയല്ലേ അവള്. അതുകൊണ്ട് അവള് പെട്ടെന്ന് വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ അവക്ക് കൊടുക്കണോ? അതല്ല മീനാക്ഷി ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ അത് ജനിച്ചപ്പോ മുതല് അതിനെ വളർത്താൻ എന്നെ ഈ കയ്യിൽ തരണ്ടായിരുന്നു. അയ്യോ, ഞാൻ അവളെ ന്യായീകരിച്ച് പറഞ്ഞൊന്നുമല്ല. പാല് കൊടുക്കുന്നത് ആരാണോ അവരോട് കുഞ്ഞിന് കൂറ് കാണും. ആ കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പോരാതെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല. അവള് മനഃപൂർവ്വം എന്റെ കുഞ്ഞിനെ അവള് മനഃപൂർവ്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാ. അത് പിന്നെ ശരിയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.